ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഗണ്ടിക്കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ ഘാട്ട്, അതായത് ചുരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ലോറിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് കയറി വരുന്നത് കാണാം. അപ്പോൾ അതേ അവിടെ കാറ്റാടിപ്പാടങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ഈ സൈഡ് മുഴുവൻ കാറ്റാടിപ്പാടങ്ങൾ, ആ സൈഡിൽ നമ്മുടെ കൽക്കരി കൽക്കരി കൊണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. അപ്പോൾ താഴെ മുഴുവൻ ഗ്രാമങ്ങൾ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഗണ്ടിക്കോട്ടയിൽ എത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇനി 37 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. കയറി തീർന്ന് ഇനിയിപ്പം വലിയ ഇറക്കമാണ്. അപ്പോൾ ഇറങ്ങാനുള്ള തത്രപ്പാടിനാണ് നമ്മൾ. ഇതുണ്ടോ, കയറ്റം മൊത്തം തീർന്ന് അതിൻ്റെ ഇടയിലുള്ള ഒരു കട്ടിങ്ങിൻ്റെ അവിടെയാണ്. കട്ടിങ് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഇറങ്ങി ആ മുമ്പിൽ കാണുന്ന ടൗണിലോട്ട് പോവുകയാണ്. മുമ്പിലൊരു ടൗൺ കാണുന്നുണ്ട്. ചെറിയ മഞ്ഞുള്ളതുകൊണ്ട് അത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഘാട്ടിറങ്ങി നേരെ അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം നമുക്കൊരു 20 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും നമ്മുടെ ഡെസ്റ്റിനേഷനായ ഗണ്ടിക്കോട്ടയിലെത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. കൈ വിറയ്ക്കുന്ന മറ്റൊന്നുമല്ല, സൈക്കിളിൽ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് കാറ്റുകൊണ്ട്. ഉണ്ടോ, എന്ന് പറഞ്ഞാൽ വരാനാണ് പറയുന്നത്. കുഞ്ഞുങ്ങളുണ്ട്, വലിയവരുണ്ട്. കാനിയോൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് കാനിയോൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ആ തടാകമാണ് ഈ കാണുന്നത്, എൻ്റെ മുൻപിൽ കാണുന്നത്. അപ്പോൾ ഈ മലയുടെ അങ്ങേ ചെരിവാണ് ഗ്രാൻഡ് കാനിയോൻ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഈ മലയൊന്ന് കയറി ഇറങ്ങണം. നല്ല കുത്തനെയുള്ള മലയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശമെല്ലാം ഈ മുസാമ്പി കൃഷിയുടെ, നാരങ്ങ കൃഷിയുടെയൊക്കെ ഏരിയയാണ്. കല്ലുകളാണ്, ചെറിയ ചെറിയ കൽക്കഷ്ണങ്ങളാണ് ഇത്. മറ്റേ സ്ലേറ്റ് കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് കുറവുള്ള പ്രദേശമാണ്. പിന്നെ ഇത് വെളിയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. ആ കാണുന്ന കൃഷിയൊക്കെ മണ്ണ് വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ കൃഷി ചെയ്യുവാണ്. കാരണം ഇതിനൊക്കെ, ഈ മൊസാമ്പിക്കൊക്കെ വലിയ വേരാഴം കൂടുതലുള്ള ചെടികളല്ല. അതുകൊണ്ട് തന്നെ അത് താഴെ കല്ലും മേൽമണ്ണും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കല്ലിൻ്റെ ഇടയിലോട്ട് അതിൻ്റെ വേരുകൾ ഇറങ്ങിപ്പോളും. മേൽമണ്ണ് മാത്രം വളം വലിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പന്നവേരുകൾ എന്ന് പറയുന്ന ആ വേരുകൾ മാത്രം നിൽക്കാൻ വേണ്ടി മാത്രമാണ് മണ്ണിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി മുഴുവൻ കല്ലിൻ്റെ ഇടയിലോട്ട് ഇറങ്ങിപ്പോവുകയാണ്. കല്ലിൻ്റെ ഇടയിലൊക്കെ മണ്ണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രദേശം.
അവിടെ ഒരു ചെറിയ ഒന്നോ രണ്ടോ വീടുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കരിങ്കല്ല് കൊണ്ടുള്ള ഒരു തളമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബോട്ടിങ്ങിന് പോകണമെങ്കിൽ ആ ഏരിയയിൽ ചെല്ലണം. ആ ഭാഗത്താണ്. പക്ഷേ ഇവിടെ ബോട്ടിങ് അത്ര പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ബോർഡ് തന്നെ കണ്ടിട്ട് തുരുമ്പെടുത്ത ബോർഡാണ് കാണുന്നത്. ആ ഭാഗത്താണ് ബോർഡ് കാണുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഗ്രാൻഡ് കനിയോൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. കന്യോൻ എന്നായിരിക്കും പറയുന്നത്. എനിക്കതിലും വായിൽ നാക്കി ഇങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ടൊക്കെ ഉള്ള യാത്രയിലാണ്. ഇത് കണ്ട ഈ മല തള്ളിക്കയറ്റി അങ്ങ് മണ്ട ചെല്ലണം. എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഇനി ഒരു 5 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ 5 കിലോമീറ്ററും തള്ളിക്കയറ്റി മുകളിൽ ചെല്ലുമ്പോൾ ഒരു വിസ്മയലോകം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇതാ കുഞ്ഞി കാറ്റടിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല ഉറക്കത്തിൻ്റെ സമയമാണ്. കണ്ടോ, നോക്കുന്നുണ്ടേ, അച്ഛാത്തി നോക്കുന്നുണ്ട്. അപ്പം ശരി, നല്ല സൂചിച്ച് കിടക്കുക. പള്ളിപ്പെണ്ണ് കണ്ട സൂചിച്ച് കിടക്കുന്ന കണ്ട. അപ്പോൾ ശരി, നമ്മുടെ യാത്ര വരികയാണ്. അപ്പോൾ നമ്മൾ കുന്നിൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശാലമായ കൃഷിസ്ഥലങ്ങളും നമ്മൾ വന്ന വഴിയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. വളരെ വിശാലമായി കിടക്കുന്ന കൃഷിസ്ഥലങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആ വലിയ തടാകവും അതിൻ്റെ അങ്ങകലെ ഒരു ഡാമും കാണാം. ഇറിഗേഷൻ ഡാമാണ്. അങ്ങകലെ കാണുന്ന ഷട്ടറുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. 10ഓളം ഷട്ടറുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഡാമും ഈ കൃഷിസ്ഥലവും ഈ വലിയ തടാകവും അതിൻ്റെ നടുവിലെ ആ ദ്വീപും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ യാത്ര തിരിക്കുകയാണ്. ഈ കുന്ന് നമ്മൾ അങ്ങനെയെന്ന് കണ്ടതാണ്. ആ ഭാഗത്തുനിന്ന് കുന്നാണ്. ആ കുന്നിപ്പം നമ്മൾ തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റിലോട്ടാണ്. ഇത് ഇനിയും കിടക്കുകയാണ്. ഒരു കിലോമീറ്ററോളം ഈ കുന്ന് തന്നെ. ഒറ്റ കുന്നാണ്, അതാണ് ബുദ്ധിമുട്ട്. നമുക്കൊരിച്ച ചെരിവോ വളവോ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ സുഖമുണ്ട് കയറി പോരാൻ. പക്ഷേ ഇത് ഒറ്റ കുന്നാണ്. അങ്ങ് അകലേന്ന് തുടങ്ങിയ കുന്നാണ്. അത് ഒറ്റ ലെവലിൽ ഇങ്ങനെ കയറി പോരുവാണ്. ഇതുണ്ട്, അവിടെ നിന്നൊരു ക്രെയിൻ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഇവിടുത്തെ പണി ആവശ്യങ്ങൾക്കുള്ള ക്രെയിനാണ്. അപ്പോൾ ആ ക്രെയിനൊക്കെ ഇങ്ങനെ കയറി ഈ മലയൊക്കെ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോകുന്നു. ഇനി 3 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ അതിന് മുമ്പിലായിട്ടാണ് ഹനുമാൻ്റെ ഒരു പ്രതിമയുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ ഒരു ഗാർഡനൊക്കെ വെച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ അവിടെ ഒരു ഷെഡും അന്നദാനപ്പുരയും ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ മനോഹരമായൊരു പ്രതിമ. അതിനു മുമ്പിൽ നമ്മുടെ സൈക്കിളും കുഞ്ഞിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് കാനിയോൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ, ഗണ്ടിക്കോട്ട. ഇന്ത്യയുടെ ഗ്രാൻഡ് കാനിയനാണ് ഈ ഗണ്ടിക്കോട്ടയിലുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഗ്രാൻഡ് കാനിയൻ്റെ ഏരിയയിലേക്ക് എൻട്രി ആവുകയാണ്. ഈ ഇറക്കം ഇറങ്ങിച്ചെന്ന് വലിയൊരു കയറ്റം കയറി കഴിഞ്ഞാൽ ഗ്രാൻഡ് കാനിയനിലായിട്ടായി. അപ്പോൾ പോലീസിൻ്റെ 100 എന്നുള്ള നമ്പരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ എൻട്രി പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ്. പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ ടിക്കറ്റ്സ് ടിക്കറ്റ് വാലിഡിറ്റി എല്ലാ സാധനം ടിക്കറ്റ് വാലിഡിറ്റി 24 hours ഉള്ളി. അയ്യപ്പ, ഗണ്ടിക്കോട്ട ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. ടെൻ്റ് അടിക്കാൻ അനുവാദമില്ല ഉള്ളിൽ. നമുക്ക് വെളിയിൽ വല്ലതും പോയി ടെൻ്റ് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം, നോക്കാം. 24 മണിക്കൂറിനാണ് നമുക്ക് പെർമിഷൻ ഉള്ളൂ അകത്തോട്ട് എൻട്രി ആയി കഴിഞ്ഞാൽ. ടിക്കറ്റൊന്നും വേണ്ട. മുമ്പ് ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. 24 hour എൻട്രി പാസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോഴത്തേ നമ്മൾ ഗ്രാൻഡ് കാനിയോൺ നമ്മുടെ സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരം. പല സ്വപ്നങ്ങൾ കാണുമ്പോൾ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, അതും 5-8 കിലോമീറ്റർ വലിയ കുന്നും മലയും ഒക്കെ തള്ളിക്കയറ്റി മുകളിലോട്ടെത്തുമ്പോഴുള്ളൊരു സന്തോഷം. ആ സന്തോഷത്തിനാണ് ഇപ്പോൾ ഞാനുള്ളത്, ഞാനും കുഞ്ഞിയും. കാരണം അവൾക്ക് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവൾ. അപ്പോൾ നമ്മൾ പതിയെ താഴോട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ടൊരു വലിയ ഇറക്കമാണ്, കുത്തിറക്കം കഴിഞ്ഞൊരു കുത്ത് കയറ്റമുണ്ട്. കുത്തിറക്കവും കയറ്റവും ഒക്കെ കഴിഞ്ഞ് ആ സ്വപ്നഭൂമിയിലേക്ക് ചെല്ലുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ, അത് ഭയങ്കരം തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭവമായിരിക്കും. താഴെ മൊസാമ്പി തോട്ടമാണ്. മൊസാമ്പികൾ തോട്ടങ്ങളാക്കി വെച്ചിരിക്കുന്നു. ഒരുമാതിരി സൗദി അറേബ്യയിലെ മണലാരണ്യത്തിലൂടെ പോയ പോലെയുള്ളൊരു സുഖമുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് മദീനയിൽ നിന്ന് യാമ്പൂര് പോകുന്നൊരു വഴിയുണ്ട്. നിറച്ച് പാറക്കൂട്ടങ്ങളും ചെറിയ ചെറിയ തോട്ടങ്ങളും ചെറിയ ചെറിയ പുൽമേടുകളൊക്കെ ആയിട്ട് അതുപോലത്തെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ഈ താഴോട്ട് നോക്കുമ്പോൾ എല്ലാം മൊത്തത്തിലുള്ള ഏരിയ അല്ല ഞാൻ പറഞ്ഞത്, പല കളറിലുള്ള പാറകളും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ആ ഒരു സുഖത്തിൽ ഞാനിങ്ങനെ താഴോട്ട് പോവാണ്. താഴെ പോയി മേളിലോട്ട് തള്ളിക്കയറ്റണം. ഇനി 1 കിലോമീറ്റർ തള്ളിക്കയറ്റാറുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ യാത്ര മുസാമ്പിത്തോട്ടത്തിൻ്റെ ഇടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കേട്ടോ, മുസാമ്പി നാരങ്ങ ഇപ്പം നിറയെ കളിച്ച് കിടക്കുന്നത് കാണാം. നാരങ്ങയാണ് മുസാമ്പി നാരങ്ങാത്തോട്ടം. ഇപ്പോഴത്തെ അവിടെ അഡ്വഞ്ചർ ക്ലബ്ബുണ്ട്. അഡ്വഞ്ചർ ക്ലബ്ബിലാണ്, അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടോ, നാരങ്ങാത്തോട്ടം കിടക്കുന്നുണ്ട്. നാരങ്ങാത്തോട്ടം നാരകമാണ് കാണുന്ന മുഴുവൻ നാരങ്ങാത്തോട്ടം. പഴുത്ത നാരങ്ങ കിടക്കുന്നുണ്ട്. കണ്ട ഇത് കണ്ടോ, പഴുത്ത നാരങ്ങാത്തോട്ടം. എൻ്റെ ഈ സൈഡിലും നാരങ്ങാത്തോട്ടമാണ് കേട്ടോ. നാരങ്ങ, മുസാമ്പി തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ വളരെ ഇതുണ്ട്. ഗ്രാൻഡ് കാനിയോൻ്റെ ആ മലയുടെ ഇങ്ങനെ ചെരുവ് അതുപോലെ തന്നെ ഇങ്ങനെ പാറകൾ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന ഒരു മുകളിൽ ആ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ചവിട്ടി പിടിച്ച് കുറേ ദൂരം പോകാനുണ്ട്, 1 കിലോമീറ്റർ. അപ്പോൾ കാറ്റാടിയൊക്കെ കറങ്ങുന്ന മലയുടെ അടിവാരത്തൂടെ നമ്മളിങ്ങനെ കയറ്റം കയറി പോവുകയാണ്. അപ്പോൾ ശരി, യാത്രയിൽ കാഴ്ചകൾ മാത്രം. അപ്പോഴത്തെ നമ്മൾ ഗ്രാൻഡ് കാനിയോൻ്റെ അങ്ങോട്ട് ഉള്ള കയറ്റം കയറ്റാൻ തുടങ്ങുകയാണ്. തള്ളിക്കയറ്റി ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നോക്കാം. ഇതിൻ്റെ കല്ലടിക്ക് വെച്ചിരിക്കുന്നുണ്ട്, ഇത്ര മനോഹരമായിട്ടാണ്. കുറച്ചൊക്കെ ഇടിക്കുന്നു കേട്ടോ. ആഹാ, കുഞ്ഞാട്ടുംകൂട്ടം ഉണ്ടോ? കുഞ്ഞാട്ടിൻകൂട്ടത്തിൻ്റെ വരവ് കണ്ടോ? ചപ്പൊക്കെ കടിച്ചു പറിച്ച് സുന്ദരനും സുന്ദരിയുമൊക്കെ ആയിട്ട് കുഞ്ഞാട്ടിൻകൂട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തെ ഒരു ബൈക്കുകാരൻ വന്നുകൊണ്ടിരിക്കുന്നു. പുള്ളി മുമ്പ് എന്നോട് പറഞ്ഞ് താഴേന്ന് ചവിട്ടി തള്ളിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു പൊട്ടം കളിച്ചേച്ചു. കാരണം നമ്മളാരെക്കൊണ്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് അത്രയും റിസ്ക് എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാവരും സഹായത്തിന് കാണില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ട് മടുത്തു കേട്ടോ. ഒരു വലിയ വായിക്കോട്ടയൊക്കെ വരുന്നുണ്ട്. നോക്കട്ടെ ഇന്നിവിടെ വല്ല ഡോമിറ്ററി എടുത്ത് തങ്ങാവോന്ന്. ഡോമിറ്ററി കിട്ടുമോയെന്നറിയില്ല. റൂംസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും കിടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ. വൈകിട്ട് ലേറ്റായി ഇറങ്ങിപ്പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിവിടെ എവിടെയെങ്കിലും കിടക്കാം. അല്ല നമ്മൾ പോകും, അല്ല പിന്നെ നമ്മുടെ അടുത്ത കളി. മേടിച്ചില്ലെന്നും വല്ല തിന്നാനോ കുടിക്കാനോ കിട്ടുമെന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ മിക്ക ടൂറിസ്റ്റ് പ്ലേസിലും ഒന്നും കാണിയല്ല. പിന്നെ
നമ്മൾ ഓഴ്സിനി ഹിൽസിൽ പോയപ്പോഴും ഇത് തന്നെയാണ് ആദ്യത്തെ അവസ്ഥ. അവിടെ ഒരു സാധനം തിന്നാൻ കിട്ടിയല്ല, ചുമ്മാ മനുഷ്യനെ പറ്റിച്ച് പറഞ്ഞു. മണ്ടയിൽ വലിഞ്ഞു കയറി ചെന്നപ്പം ഇതുപോലെ തന്നെ ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഇവിടെ ചെല്ലുമ്പോൾ എന്താ അവസ്ഥയെന്നറിയില്ല. കാരണം ടൂറിസത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല ആന്ധ്രാപ്രദേശുകാർ. അതുകൊണ്ട് തന്നെയാണ് കുഴപ്പം. അവർ ഇങ്ങോട്ടാരെയും വരുത്താറില്ല. ഇങ്ങോട്ട് വരുത്തും വ്യവസായികളെ, അങ്ങോട്ടാണ് കയറ്റി അയക്കുന്നത്. ടൂറിസ്റ്റുകൾ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അവർക്ക് കൊടുക്കും. പക്ഷെ അവരെ ആരും ഇങ്ങോട്ട് വിളിച്ചു വരുത്താറില്ല. ഇവിടെ ലോക്കൽ ടൂറിസം മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഫോറിനേഴ്സൊക്കെ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ലോക്കൽ ടൂറിസം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പോയപ്പോൾ സ്ഥലങ്ങളിൽ ആരെയും കണ്ടില്ല ഫോറിനേഴ്സ്. പിന്നെ കേരളത്തിലെ പോലെ കളർത്തീരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ 1 കിലോമീറ്റർ കൂടെ തള്ളിക്കയറ്റി ഈ സ്പോർട്സ് പവലിയൻ്റെ അവിടെ എത്താം. അവരോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ശരി, പതിയെ കയറിപ്പോവാം. ഇപ്പോൾ പോലീസ് ടെൻ്റ് അടിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ലെന്നാണ് കേട്ടത്. ഫ്ലാറ്റ് ഫോർ സെയിൽ. ഫ്ലാറ്റോ എവിടെ? ഈ ഗ്രാൻഡ് കാനിയൻ. പോലീസ് ആരെഴുതിയാടാ നോക്കട്ടെ, ഉണ്ടോ? എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്? പോലീസ് എന്നായിരിക്കും വിളിച്ചത്. അപ്പത്തെ പവലിയൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അല്ല, നമ്മൾ ഇന്ന് അവിടെ പോയി കിടക്കും. കുതിര കുതിരയുടെ താവളമാണ്, കുതിരത്താവളം. ഹോഴ്സ് റേസിനുള്ള എക്വസ്ട്രിയൻ ഹോഴ്സ് റേസിങ്ങിൻ്റെ ഒരു സ്ഥലമാണ്. റേസിംഗ് അല്ല, കുതിരയെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കുതിരകളൊക്കെ ധാരാളം അതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും മുമ്പോട്ട് പോകാം. അവിടെ റെസ്റ്റോറൻറ്റ് പോലെ തോന്നുന്നുണ്ട്. എല്ലാം കഴിച്ചിട്ട് ഇനിയുള്ള യാത്രയുള്ളൂ. ഐ ആം സോ ടയേർഡ്. കുതിര മാത്രമല്ല, കഴുതയുണ്ട് അവിടെ. നായ്ക്കുട്ടം നിന്ന് പറിക്കുന്നുണ്ട്. അവിടെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്, നോക്കട്ടെ. പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ്, താവളമാണ്, കുതിരത്താവളം. റിസോർട്ടുകളൊക്കെ ആയി വരുന്നത് കേട്ടോ. ഗ്രാൻഡ് കാനിയൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ വണ്ടിയാണ് പോകുന്നത്, ജിംനി. ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബ്. പരിശീലിപ്പിക്കുന്ന സ്ഥലം. അങ്ങ് അകലെ നമ്മുടെ മുമ്പിൽ ഗ്രാൻഡ് കാനിയോൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചവിട്ടിപ്പറക്കി അങ്ങോട്ട് പോവാണ്. ഈ ചെരുവ് തീരുന്നിടത്താണ് ഗ്രാൻഡ് കാനിയോൻ എന്ന ആ ചെറിയ തുരുത്തല്ല, ആ ഒരു ഭൂമിയുടെ പിളർപ്പ്. ആ പിളർപ്പിൻ്റെ നടുവിലൊരു നദി, ആ നദിയിലൂടെ ഒരു ബോട്ട് യാത്ര. ഇതൊക്കെ സ്വപ്നം മാത്രമാണ്. ഇത് റിസോർട്ടാണ്, തേജ റിസോർട്ട്.